ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് മറ്റൊരു ക്വസ്റ്റ്യനായിട്ടാണ് വന്നിട്ടുള്ളത്. നോക്കാം. പ്രിയ 1100 രൂപ കൊടുത്ത് ബാഗും ചെരുപ്പും വാങ്ങി. ബാഗിന് ചെരുപ്പിനേക്കാൾ 300 രൂപ കൂടുതലാണ്. ചെരുപ്പിൻ്റെ വില എന്താണ്? പ്രിയ bought a bag and pair of slippers for 1100 rupees. The bag cost 300 rupees more than the slippers. ചെരുപ്പിനേക്കാൾ 300 രൂപ കൂടുതലാണ്. What is the price of the slippers and the price of the bag? ഇതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ശ്രദ്ധിക്കുക, ഒരു ക്വസ്റ്റ്യൻ തന്നെ എല്ലാം രണ്ടു വട്ടം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എക്സിന് മാത്രം കൊടുത്താൽ പോരാ, എക്സും കഴിയുന്നതാണ്. പക്ഷെ ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യനിൽ ബാഗും ചെരുപ്പും ഉണ്ടെങ്കിൽ കൂടി ഒന്നിന് എക്സ് ഒന്നിന് വൈയും കൊടുക്കരുത്. എക്സ് ഏതെങ്കിലും ഒന്നിന് എക്സ് കൊടുക്കുക, അതിൻ്റെ ബേസിൽ തന്നെ മറ്റേതിനെ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് നോക്കാം. ചെരുപ്പിനേക്കാൾ 300 കൂടുതലാണ്, മോർ ദാൻ ദ സ്ലിപ്പേഴ്സ്. അങ്ങനെ വരുന്ന ആൾക്ക് വേണം നമ്മൾ എന്ത് കൊടുക്കാൻ? എക്സ് എന്ന് കൊടുക്കണം. ഓക്കെ, അപ്പോൾ സ്ലിപ്പേഴ്സിന് നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ബാഗിന് എന്തായിരിക്കും റേറ്റ്? ബാഗിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ചെരുപ്പിനേക്കാൾ 300 കൂടുതലാണ്. ചെരുപ്പിന് എക്സ് ആണെങ്കിൽ ബാഗിന് എക്സ് പ്ലസ് 300 ആയിരിക്കും. ഓക്കെ, ക്ലിയറായിട്ട് എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മളൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. 1000 രൂപ കൊടുത്തിട്ടാണ് ബാഗും ചെരുപ്പും വാങ്ങിയത് എന്ന് പറഞ്ഞാൽ സ്ലിപ്പേഴ്സ്, മലയാളം മീഡിയം, ചെരുപ്പ് ബാഗ് എന്ന് എഴുതുക. സ്ലിപ്പേഴ്സ് പ്ലസ് ബാഗ് ഈസ് ഈക്വൽ 1100 റുപ്പീസ്. ഓക്കെ, സ്ലിപ്പേഴ്സിന് നമുക്ക് എക്സ് എന്ന് തന്നിട്ടുണ്ട്, അപ്പോൾ അതിന് എക്സ് എന്ന് കൊടുക്കുക. ബാഗിന് എക്സ് പ്ലസ് 300 ആണ്. അപ്പോൾ ഇവിടെ ഈ പ്ലസ് നേരെ താഴോട്ട് ഇറക്കി ചെയ്തിട്ട് ഇത്രയും ഭാഗം വീണ്ടും എഴുതണം. x plus 300 is equal 1100. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് എക്സുകളെയും ആഡ് ചെയ്യാം. പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ 2x ആണ്. 2x പ്ലസ് 300 ഈസ് ഈക്വൽ 1100 ആണെങ്കിൽ 2x നമുക്ക് എക്സ് ഈക്വൽ എന്നുള്ള ഇക്വേഷനിലേക്ക് എത്തിച്ചേരാം. അപ്പോൾ ഇവിടെ ഒന്നിൽ എക്സ് ഉണ്ട്, മറ്റൊന്നിൽ എക്സ് ഇല്ല. അപ്പോൾ നമ്മൾ എക്സ് ഉള്ളതിനെ മാത്രം ഇവിടെ നിർത്തുക. എക്സ് ഇല്ലാത്ത സംഭവത്തിനെ നമ്മൾ ഈക്വൽ സൈനിൻ്റെ അപ്പുറത്തോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പ്ലസ് 300 ഈക്വൽ സൈനിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ മൈനസ് 300 ആവും. അതായത് 1100ൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അതിനാദ്യം എഴുതണം. ഇനി പ്ലസ് 300 ഇങ്ങോട്ടെത്തിയപ്പോൾ മൈനസ് 300 ആയി മാറി. ഓക്കെ, അപ്പോൾ 2x ഈക്വൽ എന്ത് കിട്ടും? 1100-ലെ 100 പോയി ബാലൻസ് 200 ഉണ്ടാവും. അപ്പോൾ 200 പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 800 എന്ന് കിട്ടും. ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ എന്ത് വരും? എക്സിൻ്റെ വാല്യൂ എന്ത് വരും? നോക്കൂ, എക്സിൻ്റെ വാല്യൂ എക്സ് ഈക്വൽ 800. ഇവിടെ 2 ഇൻറ്റു എക്സ് ആണ്. അപ്പോൾ ഈ 2നും കൂടെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞേക്കണം. അപ്പോഴാണ് നമുക്ക് എക്സ് ഈക്വൽ എന്നുള്ള ഇക്വേഷൻ കിട്ടുക. അപ്പോൾ 2 ഇൻറ്റു എക്സ് ആണ് 800. അപ്പോൾ 2നെ അങ്ങോട്ട് വരുമ്പോൾ ഇൻറ്റു എന്നുള്ള സൈനുമായിട്ട് ഡിവിഷൻ ആകും. 800/2 എന്ന് വരും. ദാറ്റ് ഈസ് എക്സ് ഈക്വൽ 400 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി 400 ആണ്. അങ്ങനെയാണെങ്കിൽ ബാഗിൻ്റെ വാല്യൂ എന്താകും? എക്സിന് 400 കൊടുക്കുക. 400 പ്ലസ് 300 700 എന്ന് വരും. നോക്കൂ, നമുക്ക് നോക്കാം. ബാഗിനും ചെരുപ്പിനും കൂടെ, ചെരുപ്പിന് 100 രൂപയും ബാഗിന് 700 രൂപയും, രണ്ടും കൂടെ എന്ത് വരും? 1100 ഉണ്ടല്ലോ. പ്രിയ വാങ്ങിയ സ്ലിപ്പേഴ്സിന് 400 റുപ്പീസും ബാഗിന് 700 റുപ്പീസുമാണ്. അപ്പോൾ ഇവിടെ കൊണ്ട് നിർത്തരുത്. ഈ ഒരു വാല്യൂ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ എക്സ് പ്ലസ് 300 എന്നുള്ള ഇക്വേഷൻ്റെ ഇതിലും കൂടെ കൊടുത്തിട്ട് അതിൻ്റെ വാല്യൂ കൂടെ കണ്ടിട്ട് വേണം നമ്മൾ ആൻസർ അവസാനിപ്പിക്കാൻ. ഓക്കെ, താങ്ക് യു.